നമ്മുടെ ഈ കഥ ഒരു സാങ്കല്പിക കഥാരൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. നമുക്ക് ആരംഭിക്കാം. വീട്ടിലേക്കുള്ള യാത്രയായിരിക്കെ മനു മരിച്ചു. പിന്നീട് ദൈവവുമായുള്ള ഒരു കൂടിക്കാഴ്ചയിലാണ് കഥ തുടങ്ങുന്നത്. ദൈവം അവനോട് പറഞ്ഞു, പെട്ടെന്ന് ഒരു വാഹന അപകടമായിരുന്നു. പക്ഷേ ഡോക്ടർമാർ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ നിന്റെ പരിക്കുകൾ വളരെ ഗുരുതരമായിരുന്നു. അപ്പോഴാണ് നീ എന്നെ കണ്ടത്. അപ്പോൾ മനു ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ഞാൻ എവിടെയാണ്? നീ മരിച്ചു. ഒരു ട്രക്ക് അത് തെന്നിമാറുകയായിരുന്നു. അതെ, നീ മരിച്ചു. പക്ഷേ സങ്കടപ്പെടരുത്, എല്ലാവരും ഒരു ദിവസം മരിക്കുന്നു. മനു ചുറ്റും നോക്കി, ഒന്നുമില്ലായിരുന്നു. മനുവും ദൈവവും മാത്രം. മനു ചോദിച്ചു, ഇതാണോ മരണാനന്തര ജീവിതം? നീ ദൈവമാണോ? അതെ, ഞാൻ ദൈവമാണ്. വിഷമത്തോടെ മനു വീണ്ടും ചോദിക്കുന്നു, എൻ്റെ ഭാര്യയുടെ കാര്യമോ, എൻ്റെ കുട്ടികളോ, അവർ സുഖമായിരിക്കുമോ? ദൈവം പറഞ്ഞു, നീ മരിച്ചു. നിന്റെ ആദ്യ ചിന്ത നിന്റെ കുടുംബത്തെക്കുറിച്ചാണ്. അതൊരു നല്ല സൂചനയാണ്. നീ എന്നെ നോക്കി ആശയക്കുഴപ്പത്തിലായി. നിനക്ക് ഞാൻ ദൈവമായി തോന്നിയില്ല. ഒരു പുരുഷനോ സ്ത്രീയോ അല്ല, വെറുമൊരു വ്യക്തിയായി തോന്നി. വിഷമിക്കേണ്ട. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ ഒരു വലിയ പിതാവായി ഓർക്കും. നിങ്ങളുടെ കുറവുകൾ കാണാൻ അവർക്ക് സമയമുണ്ടാകില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കായി കരയും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആശ്വാസം തോന്നും. നിങ്ങളുടെ വിവാഹം തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ തോന്നിയതിൽ അവൾക്ക് കുറ്റബോധം തോന്നും. മനു ചോദിക്കുന്നു, ഓ, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകണോ? ദൈവം പറയുന്നു, ഒന്നും വേണ്ട, നീ പുനർജനിക്കും. മനു പറയുന്നു, അപ്പോൾ ഹിന്ദുമതം പറയുന്നത് ശരിയാണല്ലേ? ഓരോ മതവും അതിൻ്റേതായ രീതിയിൽ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശൂന്യമായ ഇടത്തിലൂടെ നിങ്ങൾ എന്നെ പിന്തുടരാൻ ദൈവം ആവശ്യപ്പെട്ടു. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? മനു ചോദിച്ചു. ദൈവം പറഞ്ഞു, എവിടെയും പോകുന്നില്ല, നമ്മൾ സംസാരിച്ച് നടക്കുന്നതാണ് നല്ലത്. മനു ദൈവത്തോട് ചോദിച്ചു, ഞാൻ പുനർജനിച്ചാൽ ഈ ജീവിതത്തിൽ നിന്ന് എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ എന്താണ് അർത്ഥം? മറുപടി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷേ എല്ലാ അനുഭവങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ആത്മാവ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വളരെ വലുതാണ്. ഒരു മനുഷ്യ മസ്തിഷ്കത്തിന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങളുടെ വിരൽ മുക്കുന്നത് സങ്കല്പിക്കുക. വെള്ളം നിങ്ങളുടെ ഒരു ഭാഗത്ത് മാത്രമേ സ്പർശിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങളത് പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ അപ്പോഴും നനവ് അനുഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ 48 വർഷം മനുഷ്യനായിരുന്നത് മാത്രമേ ഓർക്കുന്നുള്ളൂ. മനു ചോദിച്ചു, ഞാൻ എത്ര തവണ പുനർജനിച്ചു? ദൈവം പറഞ്ഞു, നിരവധി തവണ, വ്യത്യസ്ത ജീവിതങ്ങളിൽ. AD 540 നിങ്ങൾ ഒരു കർഷക പെൺകുട്ടി ആയിരുന്നിരിക്കാം. മറ്റെവിടെയോ നിന്നെപ്പോലെ മറ്റുള്ളവരുമുണ്ട്. ഞാനത് വിശദീകരിച്ചാൽ നിനക്ക് മനസ്സിലാകില്ല. ഒന്നും മനസ്സിലാവാതെ മനു ചോദിച്ചു, ഞാൻ വ്യത്യസ്ത കാലങ്ങളിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് എന്നെ തന്നെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അതെ, പലതവണ. നീയത് തിരിച്ചറിയുന്നില്ല. ദൈവം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ജീവിതത്തിൻ്റെ ഉദ്ദേശം, ഞാൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിൻ്റെ കാരണം നീ വളരുക എന്നതാണ്. ഇത് കേട്ട മനു ചോദിച്ചു, മനുഷ്യത്വമാണോ ഉദ്ദേശിക്കുന്നത്? മനുഷ്യർ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം മറുപടി പറഞ്ഞു, ഇല്ല, നീ മാത്രം. ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഓരോ പുതിയ ജീവിതത്തിലും നീ പഠിക്കുകയും വളരുകയും ജ്ഞാനിയാകുകയും ചെയ്യുന്നു. മനു ചോദിക്കുന്നു, ഞാൻ മാത്രമാണോ? മറ്റെല്ലാവരുടെയും കാര്യമോ? ദൈവം പറഞ്ഞു, മറ്റാരുമില്ല. ഈ പ്രപഞ്ചത്തിൽ നീയും ഞാനും മാത്രം. മനു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു, എന്നാൽ ഭൂമിയിലെ എല്ലാ ആളുകളുടെയും കാര്യമോ? അവരെല്ലാം നീയാണ്, നിന്റെ വ്യത്യസ്ത പതിപ്പുകൾ. ജീവിച്ചിരുന്ന എല്ലാ വ്യക്തിയും ഞാനാണോ? ഞാൻ എബ്രഹാം ലിങ്കൺ ആയിരുന്നു, ഞാൻ ഹിറ്റ്ലർ ആയിരുന്നു? മനു ഭയത്തോടെ ചോദിച്ചു. അതെ, അവരുടെ ഓരോ ഇരയും അവൻ കൊന്ന ദശലക്ഷക്കണക്കിന് ആളുകളും നിങ്ങളാണ്, ദൈവം പറഞ്ഞു. മനു വീണ്ടും ചോദിച്ചു, ഞാൻ യേശുവാണോ? അവനെ അനുഗമിച്ച എല്ലാവരും നീയാണെന്ന് ദൈവം മറുപടി പറഞ്ഞു. മനു നിശബ്ദനായി. നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കുമ്പോഴെല്ലാം നിങ്ങൾ സ്വയം വേദനിപ്പിക്കുകയായിരുന്നു. നിങ്ങൾ ചെയ്ത ഓരോ ദയാപ്രവൃത്തിയും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത്. ഏതൊരു മനുഷ്യനും അനുഭവിച്ച ഓരോ സന്തോഷവും ദുഃഖവും നിമിഷവും നിങ്ങൾ അനുഭവിച്ചു, അല്ലെങ്കിൽ അനുഭവിക്കും. മനു കുറച്ചുനേരം ചിന്തിച്ചു നിന്നു. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത്? എന്തുകൊണ്ട്? കാരണം ഒരു ദിവസം നിങ്ങൾ എന്നെപ്പോലെയാകും. നിങ്ങൾ എൻ്റെ തരത്തിലുള്ള ഒരാളാണ്. നിങ്ങൾ എൻ്റെ കുട്ടിയാണ്. നിങ്ങൾ ഇപ്പോഴും വളരുകയാണ്, ജനിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ പോലെ. മനു ചോദിച്ചു, അപ്പോൾ മുഴുവൻ പ്രപഞ്ചവും ഒരു മുട്ട മാത്രമാണോ? മകനെ, അകത്തേക്ക് നോക്കുമ്പോൾ പ്രപഞ്ചം ഒരു മുട്ട പോലെയാകും. പക്ഷെ അതിനുള്ളിൽ ഒരു അത്യന്തം വലിയ സത്യമുണ്ട്. ഓരോ വിത്തിലും ഒരു വൃക്ഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഓരോ മുട്ടയിലും പുതിയൊരു ജീവന്റെ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ അതിനെ സൃഷ്ടിച്ചതുപോലെ നിന്നെയും ഒരു മഹത്തായ ലക്ഷ്യത്തിനായി സൃഷ്ടിച്ചിരിക്കുന്നു.
ചെറുതായി തോന്നുന്ന പലതിലും ഞാൻ വലിയ സത്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നു. ഒരു മുട്ടയ്ക്ക് അതിൻ്റെ അകത്തളത്തിൽ ഒരു സ്നേഹത്തിലും ശക്തിയിലുമുള്ള പുതിയ ജീവിതമുണ്ട് എന്നത് നീ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ ജീവനുകളും ഒരു മുട്ടയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. മനുവിൻ്റെ ഈ കഥ നിങ്ങളെ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? ജീവിതത്തെയും അതിൻ്റെ അർത്ഥത്തെയും കുറിച്ച് നിങ്ങളുടെ ചിന്തകൾ എന്താണ്? താഴെ പങ്കുവയ്ക്കൂ. ഇതുപോലെയുള്ള ആഴമുള്ള വിഷയങ്ങൾക്കായി ദ പ്രസന്റ് ടോക്സിൻ്റെ കൂട്ടായി തുടരൂ. അടുത്ത വിചാരയാത്രയിൽ വീണ്ടും കാണാം.